തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് ആരോപിച്ച് സുരേഷ് ഗോപിക്കെതിരെ ടി എൻ പ്രതാപൻ നൽകിയ പരാതിയിൽ നിയമോപദേശം കാത്ത് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയത്. ഇത് ലഭിച്ച ശേഷമാകും തുടർ നടപടി തീരുമാനിക്കുക. നടരാജ് പരശുറാം ചേരുന്നു വിവരങ്ങളുമായി. നടരാജ്, ഈ സുരേഷ് ഗോപിക്കെതിരായ കേസ് അവിടെ നിൽക്കട്ടെ, മറ്റ് വ്യാജ ഐഡികൾ ഉണ്ടാക്കിയതും വ്യാജ രേഖകൾ ചമച്ച് വോട്ടർ ലിസ്റ്റിൽ പേരുയർത്തുമായി ബന്ധപ്പെട്ട പരാതികളുമുണ്ടല്ലോ. അക്കാര്യത്തിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കായി അക്കാര്യത്തിൽ കാക്കേണ്ടി വരും. തൃശൂരിൽ ടി എൻ പ്രതാപൻ എം പി കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിക്കെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതി പ്രധാനമായും സുരേഷ് ഗോപി തന്നെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലങ്ങളിൽ തെറ്റായ വിവരം നൽകിയിരിക്കുന്നു. അദ്ദേഹം വ്യാപകമായി വോട്ട് ചേർക്കലിന്റെ നേതൃത്വം നൽകി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇവിടെ കുറെ തെറ്റായ രേഖകൾ സമർപ്പിച്ച വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം നടപടിയും വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ടി എൻ പ്രതാപൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. തൃശൂർ എസിപ്പിക്കാണ് അന്വേഷണത്തിന് ചുമതല നൽകിയിരിക്കുന്നത്. 2 ആഴ്ചത്തെ സമയമാണ് പ്രാഥമിക അന്വേഷണത്തിന് നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ പരാതി സൂചിപ്പിക്കുന്നത് കൊണ്ട് ഒരു നിയമോപദേശം തേടേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം പലതും വോട്ട് ക്രമക്കേട് ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ നിയമോപദേശം വേണം. മാത്രമല്ല, ജില്ലാ ഭരണാധികാരിയായി ജില്ലാ കളക്ടറുടെ ഒരു വെർഷനും ഇതിൽ ആവശ്യമുണ്ട്. കാരണം ടി എൻ പ്രതാപന് വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വോട്ടർ പട്ടികയിലെ പരാതിക്കാരനാവാൻ കഴിയില്ല. സാങ്കേതികമായി ഭരണാധികാരിയായി ജില്ലാ കളക്ടറായിരിക്കണം ഇത്തരം കാര്യങ്ങൾ പരാതിക്കാരൻ. അപ്പോൾ എങ്ങനെയാണ് ആ വിഷയം കേസിലോട്ട് കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് അറിയേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ വെർഷനും കൂടി പോലീസ് എടുക്കേണ്ടതുണ്ട്. എന്തായാലും നിയമോപദേശമാണ് ആദ്യ നടപടി. അത് പോലീസ് തേടിയിട്ടുണ്ട്. അത് ലഭിച്ച ശേഷമാകും മറ്റു കാര്യങ്ങളിലേക്ക് നടക്കുക. 2 ആഴ്ചത്തെ സമയം ഈ അന്വേഷണത്തിനുണ്ടെന്നും അതിനുശേഷമായിരിക്കും നടപടികൾ ഉണ്ടാവുക എന്നും സിറ്റി പോലീസ് കമ്മീഷണർ വിശദീകരിച്ചിട്ടുണ്ട്.